ഹലോ ഗേയ്സ്, നിങ്ങളെല്ലാവരും വാച്ചുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ? ഞാനൊരു വാച്ച് ഇത് അവതരിപ്പിക്കുകയാണ്. CMF Pro 2 എന്ന് പറയുന്ന വാച്ച്, നത്തിങ് ബ്രാൻഡിൻ്റെ CMF Pro 2. ഞാൻ ആദ്യമായിട്ട് കുറേ വാച്ചുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പലരും ഉപയോഗിച്ച് കാണുമല്ലോ, അതുപോലെ തന്നെ ഞാനും ഒന്ന് ഉപയോഗിച്ച് നോക്കി. പല വാച്ചുകളും ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമല്ല, നമ്മളെ എങ്ങനെ റഫായിട്ട് യൂസ് ചെയ്താലും വാച്ചുകളൊക്കെ കേടുവന്ന് പോവുകയാണ്. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം, ചുരുങ്ങിയത് 3 മാസം വരെയാണ് എൻ്റെ കയ്യിലൊക്കെ ഒരു വാച്ച് നിൽക്കുക. അങ്ങനെ പല തവണകളായി 1000, 1500 പല കോപ്പി ചൈനീസ് വാച്ചുകൾ ഞാൻ യൂസ് ചെയ്തു. ബട്ട് എനിക്ക് ഇതിലൊന്നും ഒരു തൃപ്തി വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വാച്ച് എടുത്താലോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് നത്തിങ്ങിൻ്റെ CMF Pro 2 എന്ന് പറയുന്ന വാച്ചിൻ്റെ ഒരു ഓഫർ കണ്ടത്. ആ ഓഫർ എന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ വാച്ച് 4500 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിൽക്കുമ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തു. എന്തായാലും ഒന്ന് വാങ്ങി നോക്കാം. എന്തായാലും ഒരു പ്രീമിയം വാച്ചൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ചൈന വാച്ചെങ്കിൽ ചൈന വാച്ച് ഇരിക്കട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത്ഭുതം. 44 ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു വാച്ച്, ലൈറ്റ് വെയിറ്റ് ഉള്ള വാച്ച്, അതും പ്രീമിയം ക്വാളിറ്റി ഉള്ള വാച്ച്, 1.32 മാത്രം ഡെൻസിറ്റി വരുന്ന MOLED ഡിസ്പ്ലേ ഉള്ള വാച്ച്, 466 PPI നമുക്ക് ബ്രൈറ്റ്നസ് തരുന്നൊരു വാച്ച്. അതുമാത്രമല്ല, ഏത് പ്രകാശത്തിൻ്റെ ഇടയിൽ നിന്നാലും, ഇപ്പോൾ സൂര്യപ്രകാശമാകട്ടെ, ലൈറ്റ്സുകളുടെ ഇടയിലാവട്ടെ, നമുക്ക് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ആണ് തരുന്നത്. ജസ്റ്റ് നമ്മൾ കൈ കെട്ടിയാൽ മാത്രം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുള്ളൂ. ഇല്ലാത്ത സമയത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യത്തേയില്ല. പിന്നെ അതുമാത്രമല്ല, 24 അവർ നമ്മൾ ഹെഡ് റേറ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 24 അവർ ഇല്ലെങ്കിലും 12 അവേഴ്സിൽ നമുക്ക് അറിയാൻ പറ്റും എത്രയൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഫീച്ചർ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സ്ട്രെസ്സ് കാര്യങ്ങൾ ഇടയ്ക്ക് വരാനും ഇടയ്ക്ക് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീച്ചറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇതിൽ കൂടുതൽ ഇഷ്ടമായത്. കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കൂൾ ഡൗൺ ആവാനുള്ള ഒരു ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പറയും, എന്താടാ നിനക്ക്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന പോലെ വാച്ച് തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേടാ എന്ന്. അത്രയ്ക്കും ഒരു ക്വാളിറ്റി ഉള്ളൊരു വാച്ച് നമുക്ക് ഈ ഒരു റേറ്റ് ബഡ്ജറ്റിൽ, ഇപ്പോൾ ആപ്പിളൊക്കെ വാങ്ങണമെങ്കിൽ എന്തായാലും നല്ലൊരു റേറ്റ് കൊടുക്കണ്ടേ? 10-60,000 രൂപ, ചുരുങ്ങിയത് ഒരു 40 രൂപയെങ്കിലും കൊടുക്കണ്ടേ? സാംസങ്ങിൻ്റെ ഒരു വാച്ച് വാങ്ങണമെങ്കിൽ 20,000 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് തോന്നുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ക്ലാസിക് വാച്ചിൻ്റെ മോഡലിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള MOLED ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ച് എല്ലാവരും പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നത്തിങ്ങിൻ്റെ വാച്ച് തന്നെ കേട്ടോ. കാരണം അത്രയ്ക്കും ക്വാളിറ്റിയും അത്രയ്ക്കും ജെനുവിനിറ്റിയും, ലിക്വിഡ് റബ്ബർ, സിലിക്ക റബ്ബറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ആ സ്ട്രാപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാച്ച് കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ കൈ കെട്ടിയിട്ടുണ്ടോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളാണ്. ഞാൻ എടുത്തിട്ടുള്ള ആഷ് ഗ്രേ ആണ്. ആഷ് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കളറായിട്ടുള്ള, സിൽവർ കളറായിട്ടുള്ള ഗ്രേ വാച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്ത് തന്നെ ആയാലും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അത്രയും ക്വാളിറ്റി അടിപൊളിയായിട്ടുള്ള വാച്ച് ഞാൻ യൂസ് ചെയ്തതിലും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ചായി മാറിയത്. പ്രത്യേകിച്ച് ക്ലാസിക്കലൊക്കെ ഇഷ്ടപ്പെടുന്നത്, റൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലോണം തന്നെ ഇഷ്ടപ്പെടും. അത്രയും നല്ല അതിഗംഭീരമായ വാച്ചാണ്. 5000 രൂപ മുടക്കുക എന്നുള്ളത് എന്തായാലും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്പിലും ഓഫറുണ്ട്. 4500 രൂപയാണ് അതിൻ്റെ ഫ്ലിപ്കാർട്ടിലുള്ള ഓഫർ. ഞാൻ ഇതിൻ്റെ കൂടെ ഫ്ലിപ്പിൻ്റെ ഓഫറുള്ള സംഭവം കൂടി ബയോയിൽ ഞാൻ വെക്കാം. ജസ്റ്റ് എന്തായാലും ഒന്ന് കയറി നോക്കും. ഓക്കെ, ബൈ. സിയ മുസാഫിർ.